തരത്തിലുള്ള നാമജപ യാത്രയാണ് ഈ രീതിയിലൂടെ കടന്നിരുന്നത്. സനാതനധർമ്മം സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് സനാതന ധർമ്മത്തിന് വേണ്ടി സ്വജീവിതം മാറ്റിവെച്ച കഴിഞ്ഞ ദിവസം അറ തുറന്ന് പുറത്തേക്കെടുത്ത ഗോപന്റെ മൃതദേഹം ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിംസ് ആശുപത്രിയിലെ മോർച്ചറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇന്ന് 3 മണിയോടെ അവിടെ നിന്ന് മൃതദേഹം ഘോഷയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അറ തുറന്ന് പുറത്തേക്കെടുത്ത അതേ സ്ഥലത്ത് കൂടുതൽ വിപുലമായ ക്രമീകരണങ്ങളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. തമിഴ്നാട്ടിൽ നിന്നെത്തിയ സന്യാസിമാരുടെ സംഘം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മൃതദേഹം ഏറ്റുവാങ്ങാനും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാനുമെല്ലാം മുന്നിലുണ്ടായിരുന്നത് VSDPയും വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകളുമായിരുന്നു. ഗോപന്റെ പോസ്റ്റ്മോർട്ടത്തിൽ കാര്യമായ പരിക്കുകളോ അതോടൊപ്പം തന്നെ ശരീരത്തിൽ മറ്റ് ക്ഷതങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി കേസന്വേഷണത്തിൽ നിർണായകമാവുക ഇപ്പോൾ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ടായിരിക്കും. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് നെയ്യാറ്റിൻകര പോലീസിന്റെ തീരുമാനം. നിലവിൽ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കുടുംബാംഗങ്ങളെ അതോടൊപ്പം തന്നെ മക്കളെയെല്ലാം വീണ്ടും ചോദ്യം ചെയ്യാനൊരു സാധ്യതയുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ പരിശോധനാ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. കേവലം ഒരു പരാതിക്കപ്പുറത്തേക്ക് ഇത് ശാസ്ത്രീയമായി തെളിയിക്കണമെങ്കിൽ ആ പരിശോധനാ റിപ്പോർട്ട് പ്രധാനമാണ്, നിർണായകമാണ്. അതിലായിരിക്കും എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നതിൽ കൃത്യമായൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുകയുള്ളൂ. അത് വന്നതിന് ശേഷം തുടർ നീക്കങ്ങളിലേക്ക്, മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് നെയ്യാറ്റിൻകര പോലീസ്. അമൽ തേനമ്പറമ്പിലിനും ക്യാമറാമാൻമാരായ പ്രേം ശശിക്കും രതീഷ് വെൺപകലിനുമൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.